ആമിനാ ആമിനോ എന്ത് മീനാ അവിടെ വെച്ചിട്ട് പോ. എന്ത് മീനാന്നാ? ഒരു മീനും ചാലയൊന്നും അല്ലത്. നീ ആ കടയും എടുത്ത് നമ്മള് കൊടവരെ പോയിട്ട് വരാ. അല്ല പഠിച്ചത് എപ്പോഴും ഉളുങ്ങലാണുള്ളത്. നീ ആ കൊടയും എടുത്ത് നമ്മള് കടവരെ പോയിട്ട് വരാന്ന്. അങ്ങനെ ആ എന്ത് കാശ് എവിടെ ഇത് കുത്തി കണ്ടായിരുന്നു. ആ മൊബൈലായിരുന്നത്. ഇത് ഇങ്ങനെ എന്തൊക്കെ ഇഷ്ടത്തിനകത്ത് ഞെക്കണത് കുത്തണത് തേളത്. ആ ഹലോ ഹലോ ബാപ്പ ഞാനാണ്. ബാപ്പ നീയാണെന്ന്. അപ്പൊ ഞാനാരാണ് ഇപ്പൊ? ബാപ്പ ഞാനാ ഷുക്കൂർ ദുബായിന്ന്. ഷുക്കൂർ ദുബായിന്നാ? ബാപ്പയുടെ രണ്ടാമത്തെ മോൻ ഞാനാണെന്ന്. രണ്ടാമത്തെ മോൻ എന്ന് പറഞ്ഞ കാസർഗോഡ് മഞ്ചേരി ഷുക്കൂർ ദുബായിന്ന്. ദുബായിന്ന് അടച്ചോന് സുഖോണാ? സുഖമല്ല ബാപ്പ, നീ ഭയങ്കര കഷ്ടപ്പാടാ ബാപ്പ. എന്തു പറ്റി മോനെ? എനിക്കിവിടെ ഭക്ഷണമൊന്നും തരണില്ല ബാപ്പ. ആരുടെ ഭക്ഷണം തരാത്ത? എന്താ കുഴപ്പം? രാവിലെ ഒരു കൂട് കപ്പലണ്ടി, ഉച്ചക്ക് 2 ബിസ്ക്കറ്റ്, വൈകുന്നേരം 1 പഴം. ഇത് മാത്രമേ സ്പോൺസർ തന്നോളൂ ബാപ്പ. എന്താണ് നിനക്ക് ഇത് തരാൻ കാരണം? എന്താണിത്? എന്നെ കൊണ്ടുവന്നേക്കുന്നത് കൊരങ്ങന്റെ വിസയിലാണെന്ന്. മോനെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ, ജീവിക്കാൻ വേണ്ടിയല്ലേ. ഒരു കൂട് കപ്പലിന്റെ കിട്ടിയാലും ജീവിച്ചു പോവാല. നടക്കട്ടെ, കൊഴപ്പില്ല. വേറെ ബാപ്പ ഞാൻ അയച്ച സാധനം കിട്ടി മോനെ. എന്റെ പൊന്നെ, മോൻ അയച്ച ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ല, അത് കിട്ടി. പിന്നെ ഇവിടെ അന്ന് ഭയങ്കര ഉത്സവല്ലായിരുന്ന. മൂത്തുമ്മയുടെ വീട്ടിൽ നിന്ന് വന്ന് എളിയമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നായിരുന്നു. ഈ സാധനം അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ എന്താണ് മറ്റേ കറങ്ങണ സാധനം ഉണ്ടല്ല, അത് ഒരുപാട് CD ഒക്കെ ഇങ്ങോട്ട് ഇട്ട്, പിന്നെ അയൽപക്കത്തൊക്കെ മേടിച്ചു ഒരുപാട്. എല്ലാം ഇട്ടിട്ട് മോനെ ഒരു 150-200 കാശിച്ചതിനകത്ത് കിട്ടി. പക്ഷെ എന്താന്നറിയാൻ പാടില്ല, അത് പതയൊക്കെ വന്നതിന്റെ പതയും പുകയൊക്കെ ഇങ്ങോട്ട് വന്ന അവസാനം. ടേപ്പ് റെക്കോർഡല്ല, അത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനാ? ഇവിടെ ചെയ്താലെ പറയണ്ടായിരുന്ന നീ അത് വാഷിംഗ് മെഷീനാന്ന്. ബാപ്പ ഒരു പണി ചെയ്തേ, ഉമ്മയുണ്ടാ? അയ്യോ ഉമ്മയല്ലെന്ന്, ഉമ്മക്ക് കൊടുക്കാൻ. ഉമ്മക്ക് കൊടുക്ക? ഉമ്മക്ക് കൊടുത്തിട്ട് വേണം ഇനി അവസാനം അവള് പാതിരിയാകുമ്പോ നമ്മളെ വെക്കിട്ട് തരാനായിട്ട്. നടക്കൂലത്. ഉമ്മക്കൊന്ന് കൊടുക്കുവാപ്പാ. ഉമ്മക്ക് കൊടുക്കാൻ നമ്മള് കൊടുക്കാം. അതെ ആമിന, ഫോണ് ഫോണ് ഫോണെന്ന് പറഞ്ഞിട്ട് എന്താ മനുഷ്യ പോവാത്ത? എടി ചെയ്താലെ ഫോൺ വന്നേക്കണെന്ന്. ആരുടെ ഫോൺ? നോക്ക്, ഷുക്കൂർ. ഏത് ഷുക്കൂർ? ദുബായിന്ന്. അല്ലാ, ദുബായിന്ന് ഏത് ഷുക്കൂറാ ഉള്ളേ? അല്ലാ, ആരാണിത്? ഹലോ ഉമ്മ, ഞാനാണ് ഉമ്മയുടെ മോൻ ഷുക്കൂർ. പഠിച്ച റബ്ബിലാലമീനായി തമ്മിനായി സത്താർ ഷുക്കൂർ സമീർ ഖാദർ പോക്കർ. ഷുക്കൂർ, നീ ഇപ്പൊ എവിടെയുണ്ട് മോനെ? ദുബായിലുണ്ട് ഉമ്മ. പഠിച്ച റബ്ബിലാലമീനായി തമ്പിരാനെ, നിനക്ക് സുഖല്ലേ? സുഖം ഉമ്മ. അല്ലോ, സന്തോഷായിട്ട് പോണം. നോമ്പൊക്കെ നോക്കണോട്ടാ. ഉമ്മ ഉമ്മ എന്തുട്ടായി കാണിക്കണ? എന്താ മോനെ? ഉമ്മ ബാപ്പയുടെ ഉറക്കത്തിലുള്ള എണീറ്റ് നടപ്പൊക്കെ നിന്നാ മോനെ. ബാപ്പാന്റെ ഉറക്കത്തിലുള്ള എണീറ്റ് നടപ്പ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വേലക്ക് നിന്ന് 25 വയസ്സായ ആമി എന്നെ പറഞ്ഞു വിട്ടു. ഇപ്പൊ ഉറക്കത്തിലാണ് നിന്നാ? ഇല്ല, ഇപ്പൊ ഉറക്കത്തിൽ നടക്കണേ ഇല്ല. ഇല്ല അല്ലേ? വീട്ടിലെ പണിയൊക്കെ ആരോ ഉമ്മ ചെയ്യണേ? വീട്ടിലെ പണി ചെയ്യാനായിട്ട് ആമിനെ എന്നോട് 90 വയസ്സായ മൂത്തുമ്മാനെ കൊണ്ടുവന്ന് നിർത്തി. ഇപ്പൊ ഒരു കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ കുഴപ്പമുണ്ട്. ഇപ്പൊ മൂത്തുപ്പല്ലേ എഴുന്നേറ്റ് നടക്കണത്. എന്തിനാ അവനോട് പറയണതൊക്കെ? ഇതുട്ടാണ് നിങ്ങൾ നേരത്തെ കാണിച്ചു. ഉമ്മ വേറെ വിശേഷം നിനക്ക് സുഖല്ലേ? സുഖം തന്നെ. വരണ്ടാട്ടാ, ഇടയ്ക്കൊന്നും വരില്ല. വന്ന് കാശുകളേണ്ട വാപ്പാണ്. ആരാ പട്ടി കുറയ്ക്കണേ? പട്ടിയല്ല, വാപ്പയാണ്. വാപ്പ ചുമച്ചാണ്. പിന്നെ നീ കാശയക്ക് മണി ഓർഡർ മാത്രം അയച്ചാൽ മതി മോനെ. ആ യൂണിയൻ ട്രാൻസ്ഫറിൽ അയക്കണ്ടാട്ട പൈസ. പിന്നെ യൂണിയൻകാര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണേ. അത് കാരണം നീ വേറെ ഏതെങ്കിലും കാശ് മുഖേന അയച്ചാ മതി. വാപ്പ ഉണ്ടാക്കി ചോക്കിനാണ്. നീ ഉഴപ്പാടൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. ഉമ്മ ഞാൻ അടുത്ത മാസം വരാന്ന. നീ വരണ്ടടൽക്കാ ചെയ്താനേ മാറാ. നീ അവിടെ നിന്ന് കാശ് കൊയ്യടെ പിശാശേ. ഓക്കെ ഓക്കെ വരുന്നുണ്ടെന്ന് വരണ്ടാന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ഇവിടെ വേലക്ക് നിന്ന് ആമിനെ പറഞ്ഞു വിട്ട് നീയാണല്ലേ? പറഞ്ഞു വിടാൻ കാരണമുണ്ട്. അവള് തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റം പറയണേ. എന്നിട്ട് ഇതുവരെ നമ്മള് തൊട്ടിട്ടും പിടിച്ചിട്ട് അവളൊരു കുറ്റം പറഞ്ഞിട്ടില്ല. മനുഷ്യ, വെടിക്കെട്ടി പറമ്പിൽ ആമിനെ താത്തന്നെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയരുത്. എന്ത് വർത്താനം പറയലെന്ന് പറയണേ? ഈ നമ്മുടെ മുഖ്യമന്ത്രി നാട് നീളെ ജനസമ്പർക്ക പരിപാടിയായിട്ട് നടക്കണം. നിങ്ങൾ ഈ നാട് മുഴുവൻ ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ് മനുഷ്യ. ഒരൊറ്റ ചവിട്ടി വിട്ട് നിന്നെ കൊന്ന് കുഴിച്ചു മൂടാണ്ടല്ലോ ഒരാൾ നമ്മളോട് ചോദിക്കൂല. ഭ്രാന്തന്മാർ ചവിട്ടിക്കഴിഞ്ഞ കേസില്ലല്ലോ ഈ കാലത്ത്. അപ്പൊ നമ്മള് ഭ്രാന്തനായില്ല. അല്ലാണ്ട് നമ്മൾ ഇന്നലെ ഒരു കിനാവ് കണ്ട്. കിനാവ് കണ്ട? സ്വപ്നം. അടച്ചോനെ, പേക്കിനാവ് ഏതാണ്? എന്താ കണ്ടേ? കഴിഞ്ഞ ജന്മത്തില് ഞാനൊരു പോത്താർന്നു. അതെന്തായാലും നടക്കൂല അമിന. അതായത് ഒരു മനുഷ്യന് 2 ജന്മത്തിലും പോത്താവാൻ പറ്റൂല. ഒറ്റ പ്രാവശ്യം ഉള്ളൂ. എന്താണ് പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും മയ്യത്തായെന്ന് വിചാരിച്ച് 2 പേരും
മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോട്ടെ, പോലോ. നമ്മൾ സുബർക്കത്തിലും പോയി, നിങ്ങൾ നരകത്തിലും പോയി. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അപ്പൊ നമ്മൾ പഠിച്ചോണ്ട് നന്ദി പറയും, നന്ദി പഠിച്ചോനെ എന്ന് പറയും. എന്നാ വേണ്ട, നമ്മള് നരകത്തിലും പോയി, നിങ്ങൾ സുബർക്കത്തിലും പോയി, അപ്പൊ എന്ത് പറയും? അപ്പോഴും നമ്മൾ പഠിച്ചോണ്ട് പറയും നന്ദി പഠിച്ചോനെ എന്ന് പറയും. എന്താ വേണ്ട, നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഒരു സ്ഥലത്ത് പോയി, അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഒന്ന് കുഴിച്ചുവിടും. പടച്ചോനെ നോക്കൊന്നുമില്ല നമ്മള്. ഇത്രയും വൃത്തികേട് ഇനി ഇതിൽ കൂടെ എന്ത് കാണിക്കാനുള്ളത്? എന്നിട്ട് പിന്നെ നമ്മളത് ഒരേ സ്ഥലത്ത് ഉണ്ടാക്കുന്ന നടക്കൂലത്. പടച്ചോനായിട്ട് നമ്മളത് കളി നടക്കൊന്നുമില്ല, അറിയാമോ? അതൊക്കെ പോട്ടെ, നമ്മള് മയ്യത്തായി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നിങ്ങള് മയ്യത്തായ പിന്നെ എന്ത് ചെയ്യാനാണ്? നമുക്കടെ എണ പോയില്ലേ? നമ്മള് പിന്നെ നിക്കാഹൊന്നും കഴിക്കാണ്ട് നമ്മുടെ അനീത്തിന്റെ കൂടെ ശിഷ്ടകാലം അങ്ങോട്ട് കഴിച്ചു കൂട്ടും. അത് പോട്ടെ, നമ്മള് മയ്യത്തായ നിങ്ങൾ എന്ത് ചെയ്യും? നീ മയ്യത്തായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇനിയുള്ള കാലം എണ്ണ പോയില്ലേ, അപ്പൊ അതുകൊണ്ട് നിന്റെ അനീത്തിനൊപ്പം ബാക്കിയുള്ള കാലം ഇങ്ങനെ കഴിച്ചു കൂട്ടി അങ്ങോട്ട് പൊക്കോളും. അത് തന്നെ സ്നേഹം വേണോടി, സ്നേഹം. നിനക്കറിയാമോ ഇന്നും നമ്മുടെ മണിപ്പേസിൽ നിന്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ നടക്കുന്നത്, അറിയാമോ? നിങ്ങളുടെ പേസിൽ എന്റെ ഫോട്ടോ വെച്ചിട്ട് നടക്കാൻ കാരണം എന്താ? എന്താ കാരണം എന്നാ? അതായത് ഒരുപാട് പ്രശ്നങ്ങൾ, മനസ്സിനെ വെമ്പലുണ്ടാക്കുന്ന വിഷമങ്ങള്, സാഹചര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ തൂങ്ങിച്ചാവാൻ പോണെന്നുള്ള അവസ്ഥ വന്ന സമയത്ത് ഇതങ്ങനെ തുറന്നു നോക്കും. സ്നേഹം ഉണ്ടായിട്ടല്ല, അത് നോക്കുമ്പോ നിന്റെ തിരുമോന്ത കാണും. ഇതിലും വലിയ പ്രശ്നം ഇനി വരാനില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ സമാധാനിക്കും. അതാ ആ ചെറുക്കന്റെ കുറിച്ചൊക്കെ ചെറുക്കൻ. ആ ചെറുക്കൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ. എന്റെടാ ഇവന് 24 ദിവസം ഈ മോങ്ങല് എന്നെ മോങ്ങല് എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട്. നന്നായി. പിന്നെ എന്തിനാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടേ? എന്നോട് സാറ് ചോദ്യം ചോദിച്ചു. അപ്പൊ ഒരൊറ്റ പിള്ളേര് ഉത്തരം പറഞ്ഞില്ല, എല്ലാവരും ഇങ്ങനെ നിന്നപ്പോ ഞാൻ മാത്രം ഉത്തരം പറഞ്ഞോളൂ. എന്നിട്ട് പറഞ്ഞു വിട്ടുന്ന അതെന്തു ചോദിച്ചോണ്ട് ഉത്തരവോട് പറഞ്ഞത്? സ്കൂളിന്റെ ജനലിന്റെ ചില്ലറിഞ്ഞ് പൊട്ടിച്ചാരാന്ന് ചോദിച്ചു. അപ്പൊ ആരും പറഞ്ഞില്ല, ഞാനാന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് കുഴപ്പം, നിങ്ങൾ വളർത്തണേന്റെ ദോഷമാണ്. നമ്മള് വളർത്തിയിട്ട് നീ വളർത്തണ കേസ് പറയണ്ട. നീ ഇല്ലൊക്കെ വാപ്പ മാറിയിട്ടുള്ളൂ. അതിരിക്കട്ടെ, നീ പഠിക്കാൻ പോയിട്ട് വേറെ എന്തെങ്കിലും പഠിച്ചാ? ഞാൻ നന്നായിട്ട് പഠിക്കും. ഇന്നാള് എലീനെ പിടിക്കാൻ അറിയാമോന്ന് ചോദിച്ചു സാറ്. അപ്പൊ ഞാൻ പറഞ്ഞ അറിയാന്ന് പറഞ്ഞു. അതെങ്ങനെ നിനക്ക് അറിയാൻ പാടില്ല? എനിക്കറിയാം. എങ്ങനെയാടാ? പാപ്പ, നമ്മൾ 2 കമ്പി എടുക്കണം. 2 കമ്പി എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. എലി വന്ന വഴിയിൽ കൊണ്ട് വെക്കണം. അപ്പൊ എലി വരും. എലി വന്ന് നോക്കുമ്പോ അതിൽ നമ്മളുണ്ടല്ല ഒരു ഉണക്കമീനും വെക്കണം, ഒരു കമ്പിയിൽ കപ്പയും വെക്കണം. അപ്പൊ എലി വന്നിങ്ങനെ നോക്കാൻ നേരത്ത് ഉണക്കമീൻ കപ്പ, ഉണക്കമീൻ കപ്പ, ഉണക്കമീൻ കപ്പ എന്നിങ്ങനെ എലി കൺഫ്യൂഷൻ ഏത് തിന്നണമെന്ന് ഓർത്തിരിക്കുമ്പോഴും നമ്മളൊരു വടി കൂടിയിട്ട് ഒറ്റടി. ഈ ചെറുക്കൻ ഇവിടെ നിക്കണ്ടല്ലട്ടാ പഠിച്ചോനെ, ഇത് തെറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോനെ, ഈ ഉണക്കമീനും കപ്പയും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ എലിനെ പിടിക്കും. അപ്പോഴും പിടിക്കും. എങ്ങനെ? നമ്മൾ ഇതേപോലത്തെ 2 കമ്പി എടുക്കുക, എന്നിട്ട് എലി വന്ന വഴിയിൽ ഇങ്ങനെ കൊണ്ടുവെക്കുക. അപ്പൊ എലി വരും. എലി വന്ന് നോക്കുമ്പോ കപ്പയില്ല, ഉണക്കമീനില്ല, ഉണക്കമീനില്ല, കപ്പയില്ല, കപ്പയില്ല, ഉണക്കമീനില്ല. ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ ചെറുക്കന്റെ തലയുണ്ടല്ലോ ഇവിടെ. ഇവൻ ശരിക്കും സ്കൂളിൽ വിട്ടിട്ടല്ലേ ഇവനാ? വല്ല കണ്ണാടി വെക്കാനും പെടുന്നതാണ് ജയിക്കാൻ പോയെ. പോയി വല്ല പശുവിന് വല്ല വെള്ളം കൊടുത്ത് പോയിട്ട് എന്താ പോവാത്തന്നെ? എനിക്ക് മടിയ, കഷ്ടപ്പെടാൻ മടിയ വാപ്പ. എന്നാ മോനെ നീ അകത്ത് പോയി ഊണ് കഴിക്കടാ. എനിക്ക് മടിയ, വാരി തിന്നാനും കഷ്ടപ്പെടാൻ മടിയ. പഠിക്കാൻ പറ്റുമോ? എനിക്ക് മടി. അവന് മടിയാണെന്ന്. അവന് നമ്മളൊരു കാര്യം പറയട്ടെ, നമുക്കൊരു പണി, ഇവന്റെ മടി മാറായിട്ട് ഒറ്റ പണിയുള്ളൂ. ഇവൻ നമുക്ക് കല്യാണം കഴിപ്പിക്കാം. നിക്കാഹ് കഴിച്ച് 2-3 പിള്ളേരാവുമ്പോ ഇവന്റെ മടി തീരും. അതെ, കല്യാണം കഴിപ്പിക്കണേക്കെ കൊള്ളാം. പക്ഷേ ഉണ്ടല്ല, എനിക്ക് 2 പിള്ളേരുള്ള ഒരു ചേച്ചിനെ കെട്ടിച്ചെന്നാ മതി. അതെന്താ? കഷ്ടപ്പെടാൻ മടിയ പാപ്പ. അവന് പണിയെടുക്കാൻ പറ്റില്ലാന്ന്. അതെ ആമിന, ഒരു കാര്യം നമ്മൾ ചോദിക്കട്ടെ. നമുക്ക് 5 പിള്ളങ്ങളില്ലേ? 5 പിള്ളേരുണ്ട്. ചുക്കൂർ ഇപ്പൊ ഗൾഫിലുണ്ടല്ല, ഒരുത്തൻ ഒമാനില്, ഒരുത്തൻ ഖത്തറില്, ഒരുത്തൻ ദോഹയില്, ബഹറില്. 5 പിള്ളങ്ങളാണല്ല. 4 പിള്ളങ്ങൾ നല്ല വെളുത്തിട്ടാണ്. ഇവൻ ഏതാണ് ഈ കറുത്തത്? അവൻ നമ്മുടെ പുള്ള. നമ്മുടെ പുള്ള എല്ലാവൻ. മനുഷ്യന്റെ കാക്കയുടെ നിറം കറുപ്പല്ലേ ആണ്. അപ്പൊ പിന്നെ കാക്കൊക്കെ ഉണ്ടാവുന്നത് കറുപ്പുണ്ടാവൂലേ? അത് നടക്കണങ്ങനെ. ആ ചെലുത്താൻ മാത്രം നമ്മുടെ അല്ല. അത് ആരാണ്? അത് ഏതാണ് അവൻ? അങ്ങനെ നമ്മൾ സംശയിക്കരുത്. ബാക്കി എല്ലാ പിള്ളേരും വെളുത്താണ്. ഈ ചെലുത്താൻ മാത്രം എന്താ ഇങ്ങനെ കറുത്തു പോയത്? അത്രയ്ക്ക് സംശയമാണ്. അവൻ ആരവൻ? സംശയമാണ്. സംശയമാണ് നമുക്ക്. എന്നാ നമ്മള് പറയാ, ഇപ്പാ പോയില്ലേ, അവനാണ് നിങ്ങളുടെ പുള്ള. ബാക്കിയുള്ളൊക്കെ കരക്കാരൻ.